എൻ്റെ കയ്യിൽ ചിന്തിക്കും. എൻ്റെ അവിടെ ഒരു സമ്മാനം നിനക്ക് അങ്ങനെ ഒരു വ്യക്തമാണ് എനിക്ക്. എന്നാൽ ഞാൻ നിന്റെ ചോദിച്ചേ കൂടെയാണ് എന്നെ എടുത്തിട്ടുണ്ട്. ഓ കുഴപ്പമൊന്നുമില്ല, പോട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ പ്രേക്ഷകരെ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. സംഗതി വൈറലായി. മറ്റൊന്നുമല്ല, മീശമാധവൻ പുരസ്കാരം 2025. അതിൻ്റെ പിന്നിലെ രസകരമായ കഥ കുറച്ചുകൂടി വിശദമായി പറയണമെന്ന് ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ച് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ആ കഥ ഒരിക്കൽ കൂടി പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ബേക്കറി കടയൊക്കെ തുടങ്ങുന്നത് നിസ്സാരമല്ല. ഒരു ബേക്കറി കട തുടങ്ങാൻ പോയ ഒരു പാവം വിധവയെ ഒരു കോൺഗ്രസ് നേതാവ് മാനഹാനിപ്പെടുത്താൻ അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ച് അവർ സ്വയം ജീവനൊടുക്കിയ സംഭവം നെയ്യാറ്റിൻകരയിൽ സംഭവിച്ച കാര്യം നമ്മൾ അറിഞ്ഞു. കോൺഗ്രസ് നേതാവാണ് അതിൻ്റെ പിന്നിലെന്ന ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നു. അങ്ങനെയൊക്കെയുള്ള കാലമാണ്. ഇവിടെ ബേക്കറി കട ആദിത്യ ബേക്കറി കടയ്ക്കാവൂരിൽ അനീഷ് എന്ന ചെറുപ്പക്കാരനല്ല, നമ്മുടെ ഒരു സ്നേഹിത ചങ്ങാതിയാണ് ആ ബേക്കറി കടയുടെ ഉടമ അനീഷ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഭ, ഇവർ രണ്ടുപേരും ചേർന്നാണ് ബേക്കറിയും ഫാസ്റ്റ് ഫുഡും ഒക്കെ നടത്തുന്നത്. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആളുകൾ വരും പോകും, കച്ചവടമൊക്കെ നടന്നു വരുന്നു. അപ്പോൾ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നു. എന്തോ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ വന്നതാണ്. ആളിങ്ങനെ നടന്ന് പരതിയൊക്കെ നോക്കി അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, എന്തൊക്കെയോ സാധനങ്ങൾ അണ്ടർഗ്രൗണ്ടിലോട്ട് തിരികുന്നത് CCTVയിൽ പതിഞ്ഞു. വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാകും, കണ്ടുവല്ലോ. എന്തൊക്കെയോ എടുത്ത് ഷർട്ടിൻ്റെ ഇടയിലൂടെ പാൻറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടിലോട്ട് അയാൾ തിരികെ കയറ്റി. CCTVയിൽ ഇത് കണ്ട് അനീഷിൻ്റെ ഭാര്യ ആദ്യം ചിരിച്ചു, അനീഷും ചിരിച്ചു. പിന്നീടാണ് സംഗതിയുടെ വിലയൊക്കെ നോക്കിയപ്പോൾ ഏകദേശം പോയത് 500 രൂപയോളം വിലയുള്ള വസ്തുക്കളാണ്. അനീഷ് പിന്നീട് അദ്ദേഹം തന്നെ വീഡിയോയിൽ പറഞ്ഞു, ഒരു 100 രൂപയുടെ സാധനം വിറ്റാൽ ഒരു പക്ഷേ എങ്കിൽ 5-10 രൂപ ചിലപ്പോൾ ലാഭം ലഭിക്കും. ഓണം കടം മേടിച്ചൊക്കെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഒരു സാധനം വിൽക്കുമ്പോൾ കിട്ടുന്നത് 10 രൂപ, അതൊക്കെയാണ് ഒരു 100 രൂപയുടെ സാധനം വിറ്റാൽ കിട്ടുന്നത്. ഒരു 400 420 ഒരു സാധനം എടുത്തോണ്ട് പോകുമ്പോൾ പിന്നെ അതൊരു 10 വിറ്റാൽ പോലും അതിന്റെ മുതൽ പോലും നമുക്ക് കിട്ടില്ല. ഈ 500 രൂപയുടെ സാധനമൊക്കെ പോയാൽ ഇനി 5-10 ഈ സാധനം ഈ ഐറ്റം വിറ്റ് പോകണമെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കും. ലാഭം ഒരു 50 രൂപ കിട്ടണമെങ്കിൽ ഒരു മാസമൊക്കെ എടുത്തിട്ടാകും ഈ സാധനം. അതായത് അതിൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു പോകുന്ന മുറയ്ക്കൊക്കെ ആയിരിക്കും 50 രൂപ കിട്ടുന്നത്. അപ്പോൾ കഷ്ടപ്പാടാണ് ഇത് വിറ്റ് തിരിച്ചു പിടിക്കുക, ലാഭം പിടിക്കുക എന്നൊക്കെ പറയുന്നത് കഷ്ടപ്പാടാണ്. പിന്നെ GST, മറ്റേ ടാക്സ്, മറിച്ചേ ടാക്സ്, പിന്നെ കെട്ടിട നികുതി, പിന്നെ ബോർഡ് വയ്ക്കുന്നതിന് നികുതി, ഇതൊക്കെ കൊടുത്ത് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ 500 രൂപയുടെ സാധനമൊക്കെ ഒരു ബിരുദൻ വന്ന് വളരെ സുഗമമായി അണ്ടർഗ്രൗണ്ടിൽ കയറ്റി കൊണ്ടുപോയാൽ സുബയും അനീഷുമൊക്കെ പെട്ടുപോകും. അപ്പോൾ എങ്കിലും സുബ ഒരു ഐഡിയ പറഞ്ഞു, ചേട്ടാ നമുക്കിപ്പോൾ പോലീസിൻ്റെ അടുത്തൊന്നും പോകണ്ട, ഇവിടെ ചേട്ടാ നല്ല അണ്ണ എന്നാണ്, അണ്ണ നമുക്ക് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടും, FIR ഇടും, പിന്നെന്ത് ചെയ്യും, പോലീസുകാർ ഇവനെ തപ്പി നടക്കും, ഇവൻ്റെ ഫോൺ നമ്പർ കിട്ടാൻ നിവർത്തിയില്ല, ഇവനെ കണ്ടെത്താൻ നിവർത്തിയില്ല, ഒരു രക്ഷയില്ലല്ലോ. CCTV പ്രചരിപ്പിക്കും. ഇവൻ സ്ഥിരം മോഷ്ടാവൊക്കെ ആണെങ്കിലല്ലേ പിടിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള മോഷ്ടാവ് ചിലപ്പോൾ സ്വഭാവത്തിൽ വലിയ നടിമാർ വരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്പൂണും ഈ മധുര പലഹാരങ്ങളൊക്കെ മോഷ്ടിക്കുന്ന നടന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ ചില ഈ ശീലങ്ങളുടെ ഭാഗമായിട്ടും ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സ്ഥിരം മോഷ്ടാക്കളൊക്കെ ആണെങ്കിൽ പോലീസിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല, പെട്ടെന്ന് വന്നിട്ട് ഒരു കടയിൽ കയറുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ പിന്നെ ഇത് ഇരിക്കട്ടെ അണ്ടർഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞ് എടുക്കുന്ന ആളുകളാണ്. അത് പിടിക്കാനൊക്കെ പ്രയാസമായിരിക്കും. പിന്നെ കുറേ തവണ സ്റ്റേഷനിൽ കയറണം. അങ്ങനെ ഓട്ടോ കൂലി, കാറിലാണെങ്കിൽ ഡീസൽ, പെട്രോൾ, അങ്ങനെയൊക്കെ കുറേ ചിലവാകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ കള്ളനൊരു ഗുണപാഠവുമാകും. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കള്ളന്മാർക്ക് അതൊരു താക്കീതുമാകും, സമൂഹത്തിന് അതൊരു രസമുള്ള അനുഭവമാകും. അവനൊരു പുരസ്കാരം കൊടുക്കാം, അവനെ നമുക്ക് ഏത് വിധേനയും കണ്ടെത്താം. അങ്ങനെ ഇവൻ്റെ CCTV ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈകളിലെത്തി. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാദേശിക ലേഖകന്മാർക്കും ഞങ്ങളുടെ പ്രാദേശിക സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ വർക്കലയിൽ നെടുങ്കണ്ടയിലുള്ള സുന്ദര കോമളനായ യുവാവാണ് മോഷ്ടാവെന്നും അയാളുടെ വിലാസവുമൊക്കെ ഞങ്ങൾ കണ്ടെത്തി. വിസ്മയ ന്യൂസ് തന്നെയാണ് കണ്ടെത്തി ഈ അനീഷ് ചേട്ടനെ അറിയിച്ചു. ഇയാളാണ് സംഗതി മോഷ്ടിച്ചതെന്നൊക്കെ അറിയിച്ചു. അപ്പോഴാണ് അനീഷ് ചേട്ടനും സുഭ ചേച്ചിയും പറയുന്നു, നമ്മൾ അയാൾക്കൊരു പുരസ്കാരം കൊടുക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ മീശമാധവൻ പുരസ്കാരം ഈ ബിരുദന് സമ്മാനിച്ചത് കണ്ടല്ലോ. അനീഷേട്ടന് ഭയങ്കര പേടിയായിരുന്നു. സുഭചേച്ചിക്ക് പിന്നെയും കുറച്ചുകൂടെ ധൈര്യമുണ്ട്. ആദ്യം ഒരു പൊന്നാട
അണിയിച്ചു. പിന്നെ ഒരു കടുകട്ടി ഡയലോഗ് എന്താണ്? എന്റെ ഒരു സമ്മാനം നിനക്ക് അങ്ങനെ ഒരു വിഷമമാണ് എനിക്ക്. എന്നാൽ ഞാൻ നിന്റെ ചോദിച്ചതും കൂടെയാണ് എന്നെ എടുത്തിട്ടുണ്ട്. ഓ കുഴപ്പമൊന്നുമില്ല, പോട്ടാ. ഇവൻ ഞെട്ടിപ്പോയി. എന്തിനാണ് ഈ പുരസ്കാരം തരുന്നത് എന്നൊന്നും ഇവൻ അറിയില്ലല്ലോ. ഇവനിങ്ങനെ കയ്യിൽ മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുവാണ്. അപ്പോൾ അതാ ഒന്ന് ഇരിക്കട്ടെ, പൊന്നാട കൊടുക്കുന്നു, പുരസ്കാരം കൊടുക്കുന്നു, എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പുരസ്കാരം, ഒരു മൊമെന്റോയും കൊടുക്കുന്നു. ഇവൻ ഇങ്ങനെ കാര്യം എന്താണെന്നറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്നറിയാതെ, എന്താണ് കിട്ടിയതെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ, പിന്നെ കാര്യം വിശദമായിട്ട് പിന്നെ പറയാം എന്ന് പറഞ്ഞ് അനീഷേട്ടനും സുബയും പെട്ടെന്ന് രംഗത്ത് നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അനീഷേട്ടൻ പറയുന്ന വാക്കുകളും ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും മീശ മാധവൻ 2025 പുരസ്കാരം അങ്ങ് മലയാളികൾ ഏറ്റെടുത്തു. കള്ളന്മാർക്ക്, വലിയ വലിയ കള്ളന്മാർക്ക് ഇതൊക്കെ സിമ്പിൾ കേസാണ്. പക്ഷേ ചെറിയ ചെറിയ കള്ളന്മാർക്കും ചെറിയ മോഷണം നടക്കുന്ന കടയുടമകൾക്കുമൊക്കെ ഇതൊരു വലിയ പാഠമാണ്, വലിയൊരു ഗുണപാഠം കൂടിയാണ്. ഇങ്ങനെയൊക്കെ കള്ളന്മാരെ വിളിച്ച് ആദരിച്ചു കഴിഞ്ഞാൽ അവന്മാർ പിന്നെ ആയുസിൽ, ഇച്ചിരി നാണവും മാനവുമുള്ള കുടുംബത്തിൽ പിറന്ന കള്ളന്മാരാണെങ്കിൽ അവൻ പിന്നെ ആയുസിൽ കക്കാൻ പോകില്ല. കക്കാൻ പോകുമോ? ഇങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ നാട്ടുകാർ അവനോട് പറയും മീശ മാധവൻ പുരസ്കാരം കിട്ടിയ കള്ളൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ആയുസിൽ കക്കാൻ പോകില്ല. ഏതായാലും അനീഷ് എന്ന് പറയുന്ന ബേക്കറി ഉടമയ്ക്കും സുബ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുമാണ് ഇങ്ങനൊരു ഐഡിയ തലയിൽ ഉരുത്തിരിഞ്ഞതിന് അവർക്ക് ഒരു നന്ദി പറയുകയാണ്. മീശമാധവൻ പുരസ്കാരം കിട്ടിയ ആ ചങ്ങാതി ഇനി മോഷ്ടിക്കാനൊന്നും പോകില്ല, അദ്ദേഹം നല്ല നടപ്പ് ശീലിക്കുമെന്ന് നമുക്ക് ആശിക്കുകയും ചെയ്യാം. അദ്ദേഹത്തെ നമ്മൾ കള്ളനെന്നും വിളിച്ച് അടച്ചാക്ഷേപിക്കുകയൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസിൽ കൗതുകം തോന്നി എടുത്തതൊക്കെ ആയിരിക്കാം. ഏതായാലും അദ്ദേഹം ഇനി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും ചെയ്യുന്നു.